അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും മനാഫ് കയ്യിലുണ്ടാവും. പക്ഷെ നമ്മുടെ കുത്തിത്തിരിപ്പ് സ്റ്റാർ ഉണ്ട്. നമ്മളെ ചങ്കാണ്. അതായത് ഇതൊരു ഹിസ്റ്ററിയാണ്. ഇത് മൊത്തം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി നമ്മളിത് വരും. മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തില് ഇന്ത്യക്കും മാതൃകയായിട്ടുള്ള നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു. അതിന്റെ വീഡിയോ വരട്ടെ. എന്ത് രസമായിട്ട് ഇങ്ങനെ രംഗങ്ങനെ കൊഴുത്തു വരില്ലായിരുന്നു. ഞങ്ങൾ സംഘികളെല്ലാവരും കൂടെ നല്ല രസമായിട്ട് ചാണകത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾ സുഡാപ്പികൾ അങ്ങോട്ട് പൊരിക്കാന്ന് വിചാരിച്ചായിരുന്നു. നിങ്ങളത് സമ്മതിച്ചില്ലല്ലോ. അത് സംസാരിക്കാം. അപ്പൊ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം. അതെ, ഇതായത് ഇനി അങ്ങോട്ടേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ ഈ ചാനൽ ഒരു വിദ്വേഷം ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനലായിരിക്കും. പിന്നെ ഇതില് ഇവിടെ കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ അത് ഒരിക്കലും പിന്നെ സായിനെ കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട്. ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ 3 പേരും കൂടെ 4 പേര് നൗഷാദ് ചക്കയിലടക്കം ഉള്ള ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അതിലിടക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി, നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി, നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി ശരിക്കും ഇതിന് വലിയൊരു പങ്കെടുത്തിട്ടുണ്ട്. സായിയും ഞാനും ഖാദർ കരിപ്പൊടിയും ഒക്കെ കൂടെ മനാഫ്കരൊക്കെ വിളിച്ച സമയത്ത് അങ്ങനെ പരിഹരിക്കല്ല എൻ്റെ പൊന്നെ സുഡാപ്പികള്. നിങ്ങൾ സുഡാപ്പികളെല്ലാവരും കൂടെ ഇങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മളെങ്ങനെ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കും? അതിൽ നമ്മളെങ്ങനെ ഇവിടെ കുത്തിത്തിരിവുണ്ടാക്കും? ഞങ്ങളിങ്ങനെ നൈസായിട്ട് നമ്മുടെ ടീച്ചർമാരും നമ്മുടെ കുറേ ജീമാരും എല്ലാവരും കൂടെ അങ്ങനെ കയറി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സുഡാപ്പികൾ ഇത് പരിഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷേ ഇത് എങ്ങനെ നടക്കും കാര്യങ്ങൾ? ആ ചെയ്ത് വളരെ മോശമായി പോയിട്ടോ. പിന്നെ നിൽക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ മനാഫ്. അപ്പൊ ഔദ്യോഗികമായിട്ട് മനാഫ് ഖാന്റെ ഈ ഒരു സംരംഭം, മനാഫ് ഖാന്റെ ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല ഭാഗമാകട്ടെ. ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലേ സായി? വളരെ സന്തോഷമുണ്ട് മനാഫ് ഖാ. അപ്പൊ ഇനി അങ്ങോട്ട് ഈ ചാനലിന്റെ അകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ? നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ കേസ് അറിയുന്ന സകലമാന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സംഘികൾ ഒരു വിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും മനാഫിനെ സപ്പോർട്ട് ചെയ്ത്, അതല്ലെങ്കിൽ ഈ അർജുൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അത് കുത്തിത്തിരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങളൊരു മീറ്റപ്പ് വരെ വെച്ചിരുന്നു. നമ്മുടെ ജാമിദ ടീച്ചറും നമ്മുടെ ബൈജു വളുപ്പനും വേറെ 2-3 സാധനങ്ങളെല്ലാവരും കൂടെ വെച്ചിട്ട് ഞങ്ങളൊരു മീറ്റപ്പ് ഇങ്ങനെ കൊഴുത്ത് വരികയായിരുന്നു. അപ്പോഴേക്കും ഇത് തീർത്തു. ആ ലസിതാ പാലക്കലൊക്കെ ഇനി എങ്ങനെ കിടന്നുറങ്ങും തമ്പുരാൻ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്ത് രസമായിട്ട് മുസ്ലിങ്ങളെ തെറി വിളിച്ചുകൊണ്ട് കയറുന്നവരൊക്കെ ഒക്കെ നിങ്ങൾ സുഡാപ്പികൾ തീർത്തില്ലേ? ഈ സുഡാപ്പികൾ നിങ്ങളെങ്ങനെ സായിനൊക്കെ കൂട്ടുക? ഓനൊക്കെ നിങ്ങൾ സുഡാപ്പി വയ്ക്കും. ഇപ്പോൾ ഓനൊക്കെ എങ്ങനെ സായി സീക്രട്ട് ഏജന്റ് നിങ്ങളൊക്കെ സുഡാപ്പികളെ കൂട്ടത്തിൽ പെട്ടത്? പോയി കയ്യിൽ നിന്ന് പോയി. ഇതാണ്, ഇങ്ങനെ വേണം പരിപാടികൾ തീർക്കാൻ. നിങ്ങൾ കണ്ടൊപ്പം വരും. ഈ വീഡിയോ കഴിഞ്ഞ് ഇന്നും നാളെയായിട്ട് നിങ്ങൾ കണ്ട സകലമാന സംഘി ചാനലുകളിലും, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പേരുകളുണ്ട്, ഈ സകലമാന ചാനലുകളിലും വരാൻ പോകുന്നത് സുഡാപ്പികൾ ഒറ്റക്കെട്ടായി സുഡാപ്പികൾ അർജുൻ്റെ ഫാമിലിനെ ഭീഷണിപ്പെടുത്തി, സായിനെ ഭീഷണിപ്പെടുത്തി, അവരത് ചെയ്തു, അവരിത് ചെയ്തു. അങ്ങനെ സുഡാപ്പികൾ എപ്പോഴും ഒറ്റക്കെട്ടാണ്. ഭാരതത്തിലെ ഹിന്ദുവെ ഉണരൂ, സംഘിയെ ഉണരൂ, നിങ്ങൾ ഇനി ഏത് കാലത്താണ് നിങ്ങൾ എന്താ പറയുക ഇത് പഠിക്കുക മറ്റത് പഠിക്കുക എന്ന് വെച്ചാൽ ഇപ്പം ചാടികൊണ്ട് വികും. ഗർജന സിംഹങ്ങളായിട്ട് ഇങ്ങോട്ട് വികുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പശുവിൻ്റെ ചാണകത്തിൻ്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പം ഈ നാട്ടിലെ. ഒരു കുഴപ്പമില്ല, കഴിഞ്ഞ 2-3 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതെ പോയേ അർജുൻ്റെ ഫാമിലിയും കുത്തിത്തിരിപ്പുണ്ടാക്കി. ഈ ഒരാവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ 2 ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യത്തിനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഈ പത്രസമ്മേളനം വിളിച്ച് വരുത്തി, അതിൻ്റെ പിന്നാലെ കുറേ കിടിച്ച്, അതിൻ്റെ പിന്നാലെ സകലമാന സംഘികളും കൂടെ വന്നിട്ട് കുറേ വീഡിയോ ഇട്ട് അങ്ങനെ നൈസാക്കി കൊണ്ടുവരികയാണ് കൂട്ടത്ത് അണ്ണാക്കിൽ. അതാണ് ഇപ്പോൾ ഉണ്ടായത്.
അണ്ണാക്കിലെ നൈസായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു. ഒന്നും പറയാനില്ല ഇവർക്ക്. പിന്നെ കണ്ടോ നിങ്ങൾ, നാളെ മുതൽ നല്ല രസമായിരിക്കും. സത്യം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു 10 കൊല്ലം കൊണ്ടല്ലേ ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരം മതം, ആ മതത്തിൽ തന്നെ കണക്ട് ചെയ്ത മുസ്ലിം വിരോധം, എന്താ പറയുക, സംഘികളുടെ ഒരു ഭാഗങ്ങൾ കൂടി വരിക, കുറേ XYZ മുസ്ലിങ്ങൾ അങ്ങോട്ട് ചെല്ലുക, ഇവർ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുക, ഒരു ആധികാരികത ഒന്നുമില്ലാണ്ട് വെറുതെ അവർക്ക് തോന്നിയ കുറേ എന്താ പറയുക മിത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ആൾക്കാർ തമ്മിൽ അടിപ്പിക്കുക. ഇതൊക്കെ കഴിഞ്ഞൊരു 10 കൊല്ലം കൊണ്ടല്ല ഉണ്ടായത്. നമ്മുടെ നാട് എന്നാണ് അവരെ കയ്യിലേക്ക് കിട്ടിയത്, ഇന്ത്യ മഹാരാജ്യം, അന്ന് മുതലല്ലേ ഇത്ര തോതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. എല്ലാ വിഷയങ്ങളിലും മതവും രാഷ്ട്രീയവും കാണാൻ തുടങ്ങിയത് അതിനുശേഷമല്ല, അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് രാഷ്ട്രീയം കാണുമായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ മതം പറഞ്ഞിട്ട് ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം A to Z ഒരുത്തിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ വരെ തന്നെ സംഘിയാണെങ്കിൽ സംഘി ഇങ്ങനെ ഇങ്ങോട്ട് പറയും, മുസ്ലിം ആണെങ്കിൽ അത് അങ്ങോട്ട് പറയും. ആ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംഘികളുടെ ചാനലുകൾ. എത്ര ചാനലുകൾ അവർക്കുള്ളതെന്ന് പറയും. മോദിജി ഈ PR പൈസേൻ്റെ ഇടയ്ക്ക് വലിയൊരു എമൗണ്ടാണ് ഈ യൂട്യൂബേഴ്സിനും ബാക്കിയുള്ള ആൾക്കാർക്കും കൊടുക്കുന്നത് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സംഗീതരം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹിന്ദുയിസം അല്ലട്ടോ ഞാൻ പറഞ്ഞ സംഗീതരം. സനാതനധർമ്മവും ഹിന്ദുയിസം ഒക്കെ നല്ല രീതിയിൽ തന്നെ നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ സംഗീതരം ഉണ്ടല്ലോ, ചാണകത്തരങ്ങൾ കൂട്ടിക്കെട്ടാൻ ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷമാണ് ഈ നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം നല്ല രീതിയിൽ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അർജുൻ്റെ ഫാമിലി ഇനിയിപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അർജുൻ്റെ ഫാമിലിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കാം ആ ഒരു വീഡിയോ വരുന്നത്. എന്തായാലും നല്ല കാര്യം. അവർക്ക് ഈ പറഞ്ഞ മനാഫിനും ഈ പ്രശ്നങ്ങൾ അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ. അത് മാത്രമല്ല, മനാഫിൻ്റെ ചാനലുകൾ ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. 5 ലക്ഷത്തിൻ്റെ ആൾ സബ്സ്ക്രിപ്ഷൻ ആവാനായി അതിൽ. പുള്ളിക്ക് നല്ല രീതിയിൽ ഇപ്പം ചെയ്ത നല്ലൊരു കാര്യം. ഇനിയും പല രീതിയിൽ വേറെ പല രീതിയിൽ ലോറി ഡ്രൈവേഴ്സിൻ്റെയും ക്ലീനേഴ്സിൻ്റെയും അവരുടെ തൊഴിലാളികളുടെയും ബുദ്ധിമുട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന പലരുടെ കാര്യങ്ങളും അതുകൂടെ ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടും അല്ലാതെ പല കാര്യങ്ങൾ വെച്ചിട്ട് നല്ലൊരു ചാനലാക്കി പുള്ളി പൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത് സംഗീത ചാനലും ഒന്നുമല്ല, സുഡാപ്പി ചാനലും ഒന്നുമല്ല, അത് മനുഷ്യന്മാരുടെ ചാനലാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. എന്താണെങ്കിലും സുഡാപ്പികളെ നിങ്ങൾ പണി പറ്റിച്ചല്ലോ അല്ലേ? ശരി.